ഐഡിയാസ് അബൌട്ട് ഹൗ ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് ഗ്രാമർ അക്വയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി. സത്യമല്ലേ, ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും ഇംഗ്ലീഷ് ഗ്രാമർ മനസ്സിലാക്കിയല്ലല്ലോ നമ്മൾ ആരും പഠിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു നോർമലി എല്ലാവരും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഗ്രാമറിൽ ക്വസ്റ്റ്യൻസ് ഉള്ളേ, ഏതാണ് ആറാണോ ഈസാണോ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കൂല്ലേ, ഇങ്ങനെയല്ല എന്നാൽ അങ്ങനെയായിരിക്കും. നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ എന്തായിരുന്നു ഡിസ്കഷനൊക്കെ എഴുതുമ്പോൾ അതിനൊരു കേൾക്കാനൊരു ഭംഗിയില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. അതാണ് ഇൻസ്റ്റൻസസിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അത് പറഞ്ഞു നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് അങ്ങനെയാണ്. അപ്പം ഫ്രം ഇൻസ്റ്റൻസസ് യു ഫോം ജനറൽ ഐഡിയാസ്, ദെൻ യു ഫോം സ്പെസിഫിക് ഐഡിയാസ്. അപ്പോൾ ഇതിന് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജിന് തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ കൂടുതൽ നമ്മളുടെ പ്ലൂറലിൻ്റെ കൂടുതൽ യെസ് പറയുമ്പോഴാണ് അത് കേൾക്കാനൊരു ഭംഗി. ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് എന്ന് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് സെമാൻറ്റിക് ബൂട്ട് സ്ട്രാപ്പിംഗ്. അർത്ഥം സെമാൻറ്റിക് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് അർത്ഥം മനസ്സിലാക്കുക. അർത്ഥം അപ്പോൾ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥവും പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില വാക്കുകൾ ഇപ്പോൾ നമ്മൾ ദേ ഹാഡ്, ദേ ഹാസ്, അങ്ങനെയാണോ ദേ ഹാഡ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ദേ ഹാഡ് ഗോൺ, ദേ ഹാസ് ഗോയിങ്, അത് കേൾക്കുമ്പോൾ അത് വൃത്തികേട് എങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ആ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ എന്ത് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഹാസ് കഴിഞ്ഞ് ദേ കഴിഞ്ഞിട്ട് ഇത് ചേർക്കണം അങ്ങനെ റൂള് മനസ്സിലാക്കിയിട്ടല്ലോ, ഡേ ടു ഡേ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഇങ്ങനെ പിള്ളേർ പഠിക്കുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് ഏജൻറ്റ് ക്വാളിറ്റീസ്. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പിംഗ് പഠിക്കുന്നത് കുറച്ച് ക്വാളിറ്റീസ്, അതായത് ഏജൻസിൻ്റെ ക്വാളിറ്റീസ് ബേസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ആൻഡ് വേർഡ്സ് വിത്ത് ആക്ഷൻ ക്വാളിറ്റീസ് ആസ് വെർബ്, അതായത് വെർബും നൗണിനെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നെയിം പ്ലേസ് ഏജ് നെയിം പ്ലേസ് ഒക്കെ നമ്മൾ എന്തെന്നാണ് പറയണത്, ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയണത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഈ സബ്ജക്റ്റിനെ പ്രവർത്തിപ്പിക്കുന്ന എന്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷൻ എന്നല്ല നമ്മളെപ്പോഴും വെർബിനെ ഓർക്കുന്നത്, അതായത് ചെയ്യുന്നു, പറയുന്നു, അതാണ് വെർബ് എന്ന് പറയുന്നത്. സോ അതൊരു ക്വാളിറ്റിയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം പ്രവർത്തിക്കുന്ന എന്തുമാണ് വെർബെന്നും പറയുന്നു, അല്ലാത്ത ഒരു സാധനത്തിനെ പറയുന്നു അല്ലെ പേരിനെ പറയുന്നു, അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നു. ആരാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് സബ്ജക്റ്റ്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്നതിനെയാണ് ഏജൻറ്റ് ക്വാളിറ്റീസ്. അതിൻ്റെ ആ വാക്കിൻ്റെ പ്രത്യേകതകൾ അല്ലെ ആ ഏജൻറ്റിൻ്റെ പ്രത്യേകതകളാണ് നിങ്ങളെ അങ്ങനെ പഠിപ്പിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചിൽഡ്രൻ മാസ്റ്റർ ഗ്രാമർ ത്രൂ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു പിള്ളേരെങ്ങനെയാണ് പഠിക്കുന്നത്, കുറച്ച് നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷനോട് ആൾക്കാർ പറയുന്നതും ടെക്സ്റ്റ് ബുക്കുകളുള്ളതും ഒക്കെ വെച്ചിട്ടാണ് അവരത് പഠിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പോഷർ ടു മെനി ഇൻസ്റ്റൻസ്, പല സാഹചര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴാണ് പഠിക്കുന്നത്. എക്സാമ്പിള് ഡിഡ് ഹി റീച്ച്, കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടിലെ ഗ്രൂപ്പിൽ എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഡിഡ് കഴിയുമ്പോൾ ഇ ചേർക്കത്തില്ല. നിങ്ങളിൽ കുറച്ച് പേർക്കത് അറിയാം, മിസ്സിന് ഇത് അറിയത്തില്ലായിരുന്നോ എന്ന് നിങ്ങൾ പറയും. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഐ എം റെഡി ടു ആക്സെപ്റ്റ് മൈ ഫോൾസ്. അപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പ് റീച്ചിൽ ആരെങ്കിലുമൊക്കെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും ഡിഡ് ഹി റീച്ച് അച്ചാച്ച, അല്ലെ ഡിഡ് ഹി റീച്ച് അന്നു എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയും എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും, എൻ്റെ പൊന്ന് ചേച്ചി ഡിഡ് കഴിഞ്ഞിട്ട് ഇ ചേർക്കരുത് എന്ന് പറയും. ഡിഡ് എന്ന് പറഞ്ഞിട്ട് ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസാണ്. അപ്പം എപ്പോഴും ഇവരെന്നോട് ഡിഡ് കഴിഞ്ഞ് ഇ ചേർക്കരുത് ചേച്ചി, ഡിഡ് കഴിഞ്ഞ് ഇ ചേർക്കരുത് ചേച്ചി എന്ന് പറയും. അപ്പോൾ അവസാനം എൻ്റെ ആംഗ്ലയ്ക്ക് മനസ്സിലായി. ഞാൻ ഇച്ചിരി എന്താ പറയുന്നത്, എനിക്കൊരു സാധനം എക്സ്പ്ലെയിൻ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പാസ്റ്റ് ടെൻസ് ആയ ഇ ചേർക്കണ്ട. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡിഡ് ഹി റീച്ച്, ഡിഡ് ഷീ റീച്ച് എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇത് പലതവണ പറഞ്ഞു, അത് നമ്മൾ പഠിച്ചു. പക്ഷേ അതിനെ കുറച്ച് തിയറിറ്റിക്കലി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ മിസ് എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അപ്പം ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് ഇതിനെ കൺഫ്യൂഷൻ വരും, ഇത് വൃത്തികേടാണോ എന്ന് നമുക്ക് തന്നെ തോന്നും. സോ ചില കാര്യങ്ങൾ നമുക്ക് പല സാഹചര്യങ്ങളിൽ കേട്ടാണ് നമ്മളെപ്പോഴും അത് പഠിക്കുന്നത്. അപ്പോൾ സാധാരണ എന്താ പറയുന്നത്, ഗ്രമാറ്റിക്കലി കുറച്ച് നമ്മൾ അത്ര സ്ട്രെങ്ത് അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ കാണും. അപ്പോൾ പൊതുവേ ഞാനിങ്ങനെ ആൾക്കാരോട് അപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഡിസ്കഷൻ എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ എഴുതുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ കിട്ടും. ബിക്കോസ് ഐ ആം ഓൾസോ
നോട്ട് സോ വെരി സ്ട്രോങ് ഇൻ ഗ്രാമർ. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടാണ് നമുക്കൊക്കെ ഇതാണ് ഇതിന് വരുന്നത്. അതിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ അതാണ് പല ഇൻസ്റ്റൻസസിൽ കേട്ടിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. ആൻഡ് ചിൽഡ്രൻ ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് ഇനേറ്റ് നോളജ്. അപ്പം ഇവിടെ പറയുന്നത് പിള്ളേർക്ക് ജന്മനാൽ ഇങ്ങനെ ഒരു ഗ്രമാറ്റിക്കൽ ഉണ്ടെന്നൊന്നും ചില തിയറിസ്റ്റ് പറയുന്നില്ല. പക്ഷെ അവർക്കൊരു ലാംഗ്വേജ് മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടെന്നാണ് ചില റിസർച്ചേഴ്സ് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ഫോർ ഗ്രാമാറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അതിലൊന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്രാമാറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡൽട്ട് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ, അതാണ് എന്താ പറയുന്നത് സഹായിക്കുന്നത്. അതിലൊന്നാണ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ. നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്കത് തരാമോ, അല്ലെങ്കിൽ അവനത് പറഞ്ഞു, അങ്ങനെയല്ല അവനത് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു കുട്ടി ഒരു കാര്യം, ഇപ്പം മണി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, മണി അങ്ങനെയല്ല മോനെ, ഇതാണിത് ഉദ്ദേശിച്ചത്, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ഇപ്പം എൻ്റെ ആങ്ങള എനിക്ക് പറഞ്ഞ പോലെ, ചേച്ചി ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്, അത് കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു ഫീഡ്ബാക്ക് തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് ഫീഡ്ബാക്ക്. ഇവിടെ പക്ഷെ പറയുന്നത് എപ്പോഴും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തരണമെന്നില്ല. പക്ഷെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞില്ലേ, ഒരു എക്സ്പ്ലനേഷൻ ഫീഡ്ബാക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ അത് എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ അതിനുള്ള സമയവും സാഹചര്യവും എല്ലാവർക്കും ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യെറ്റ് പേരൻസ് ഓഫൻ കറക്റ്റ് ദെയർ ചിൽഡ്രൻസ് ഗ്രമാറ്റിക്കൽ എറേഴ്സ് ഇൻഡയറക്ട്ലി. ഇപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ അനിയത്തി എനിക്ക് കറക്ഷൻ പറയും, ചേച്ചി ഡിഡ് കഴിഞ്ഞിട്ട് ഈട് ചേർക്കല്ലേ, അത് ഇൻഡയറക്ട്ലി ആണ് പറയുന്നത്. വാട്ട് ഷീ ആക്ച്വലി മെൻറ്റ് വേഴ്സ് ഇത് ഐ എം നോട്ട് സപ്പോസ് ടു യൂസ് ദിസ്. അപ്പം ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യും, പക്ഷെ അത് ഡയറക്റ്റ്ലി കറക്റ്റ് ചെയ്യണമെന്നില്ല. അവർ പറയും അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാട്ടോ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ എന്തായാലും പറഞ്ഞാൽ റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ ഞങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും, മക്കളെ ഇതിൻ്റെ ചേർത്ത് ഇതല്ലാട്ടോ, ഇതിങ്ങനെ അല്ലാട്ടോ എഴുതുന്നതെന്ന് പറയും. സോ വാട്ട് വി ആക്ച്വലി പോസിങ് ഈസ് ഇത് കഴിഞ്ഞ് ഇങ്ങനെയേ ചേർക്കാവൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ആൻഡ് മെനി അഡൽട്ട് റീഫോർമുലേഷൻസ് ഇൻഫോം ചിൽഡ്രൻ അബൌട്ട് ഗ്രാമർ ത്രൂ. അപ്പോൾ ഈ അഡൽട്ട്സ് എങ്ങനെയാണ് ഗ്രാമർ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലൊരു ടെക്നിക്കാണ് റീകാസ്റ്റ് എന്ന് പറയുന്നത്. റീകാസ്റ്റും എക്സ്പാൻഷൻസും. റീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ റീസ്ട്രക്ചറിങ് ഇനാക്യുറേറ്റ് സ്പീച്ച് വിത്ത് കറക്റ്റ് ഫോംസ്. ഇങ്ങനെയല്ലടാ പറയേണ്ടത്, ഇങ്ങനെയാടാ പറയേണ്ടത് എന്ന് പറയുന്നതാണ് റീകാസ്റ്റ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കും. ദിസ് ഈസ് ഹൗ. ഇപ്പോൾ എൻ്റെ അരിയത്ത് ചെയ്ത പോലെ ഡിഡ് ഹി റീച്ച് എന്നാ ചേച്ചി എന്ന് അവൾ പറയുന്നത് റീകാസ്റ്റിംഗ് ആണ്. ഇനാക്യുറേറ്റ് മാറ്റിയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. വേറെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എലാബറേറ്റിംഗ് ഓൺ ചിൽഡ്രൻ സ്പീച്ച് ഇൻക്രീസിങ് ഇറ്റ്സ് കോംപ്ലെക്സിറ്റി. എന്ന് വെച്ചാൽ അത് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ആങ്ങളെ ചെയ്തതൊരു ഇലാബറേഷനാണ്. എന്താണ്? അവൻ അതിൻ്റെ കോംപ്ലെക്സിറ്റി, ചേച്ചി ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്, ഇ ഡി എന്ന് പറയുന്നത് പിന്നെ ചേർക്കില്ല, ഇങ്ങനെ പറഞ്ഞതാണ് എക്സ്പാൻഷൻ. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്, റീകാസ്റ്റും പിന്നെന്തായിരുന്നു എക്സ്പാൻഷനും. ആഫ്റ്റർ സച്ച് കറക്റ്റീവ് ഇൻപുട്ട്, കണ്ടോ 2 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഓഫൻ ഷിഫ്റ്റ് ടു കറിഫർ. ഇങ്ങനെ കുറച്ച് തവണ പിള്ളേർ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ മാറുമെന്നാണ് പറയുന്നത്. സോ അതാണ് നമ്മുടെ ഗ്രമാറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് പ്രഗ്മാറ്റിക് ഡെവലപ്മെൻറ്റ്. പ്രഗ്മാറ്റിക് എന്താണ്? വെരി സിമ്പിൾ. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, പ്രാക്ടിക്കൽ യൂസാണ് ലാംഗ്വേജിൽ. നമ്മൾ ഈ തിയറി ഒക്കെ പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ പറയുന്ന ഗ്രമാറ്റിക്കൽ എല്ലാവരും വീട്ടിൽ ഗ്രാമർ യൂസ് ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പോൾ ടെലിഗ്രാഫിക് സ്പീച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മേ ചെരുപ്പ് എന്നേ പറയത്തുള്ളൂ. അത് ഗ്രാമറല്ല. അമ്മേ എനിക്ക് ചെരുപ്പ് തരാമോ, റിക്വസ്റ്റിംഗ് ആണ്, അങ്ങനെ വേണം, അമ്മേ ഇതേ ചെരുപ്പ് കിടക്കുന്നു. ഇങ്ങനെ പല സെൻറ്റൻസ് ഉണ്ടെങ്കിലും ലൈഫിൽ നമ്മളെങ്ങനെയാണ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇത്രയും നോക്കി പേടിക്കണ്ട കേട്ടോ, മിസ് ഇത് പ്രിപ്പയർ ചെയ്യണം എന്നോർത്ത് വരാത്തത് കൊണ്ടാണ് ഇത് മാർക്ക് ചെയ്തിടാത്തത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഒരു കോൺവെർസേഷൻ ബേസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനെയാണ് പ്രഗ്മാറ്റിക് എന്ന് പറയുന്നത്. പ്രഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എന്ന് ഓർത്താൽ മതി. ലാംഗ്വേജ് ഇഫക്റ്റീവ്ലി ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ബൈ ടേക്കിംഗ് ടേൺസ്. അതായത് ഒരാൾ പറഞ്ഞതിന് ശേഷം നമ്മൾ മറ്റേ ആൾ പറയുക, ഒരാൾ സംസാരിക്കുമ്പോൾ അതേ ടോപ്പിക്കിൽ തന്നെ സ്റ്റേ ചെയ്യുക, സ്റ്റേറ്റിംഗ് ദെയർ മെസ്സേജ് ക്ലിയർലി, പറയുന്നത് വൃത്തിക്ക് പറയുക, കൾച്ചറൽ റൂൾസിനെ ഫോക്കസ് ചെയ്തിട്ട് പറയുക. ഓരോ ഭാഷയിൽ നമ്മൾ പറയില്ല, ഇപ്പം ഈ അമേരിക്കൻ കൾച്ചറിലൊക്കെ നമ്മൾ എന്താ ഇതിന് പറയുന്നത്,
നമ്മൾ പറയില്ലേ നമ്മുടെ കുറച്ച് നെഗറ്റീവാണ് നമ്മുടെ ഭാഷ, വേറസ് അമേരിക്കൻ ലാംഗ്വേജ് എപ്പോഴും ഭയങ്കര പോസിറ്റീവാണെന്നാണ് പറയുന്നത്. അതായത് അവരൊരിക്കലും ഒരു സാധനത്തിനെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ല, അവരെല്ലാത്തിനെയും ഇപ്പം എനിക്ക് തോന്നുന്നു അസുഖമാണെന്ന് തോന്നുന്നു, നമ്മൾ ഹൗ ആർ യു ഫീലിംഗ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ എന്തിനെ പോസിറ്റീവായിട്ടാണ് അവർ സ്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൾച്ചറിലെല്ലാം ഇങ്ങനെ ഒരു ക്വസ്റ്റനിങ്, ഒരു ഇറിറ്റേറ്റിംഗ് സ്റ്റൈലിലാണ് നമ്മൾ പോകുന്നത്. അപ്പം കൾച്ചറൽ റൂൾസ് നമ്മുടെ ഇൻട്രാക്ഷനെ ഫോളോ ചെയ്യും. ഈ പറയുന്നതെല്ലാം, അതായത് ഒരാൾ പറഞ്ഞതിന് ശേഷം മറ്റേ ആൾ പറയുക, പറയുന്നതിൽ നിലനിൽക്കുക, പറയുന്നത് വൃത്തിക്ക് പറയുക, ഇതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ഇതൊന്നും എഴുതി തന്ന റൂൾസ് അല്ല, ആണോ? അല്ല, നമ്മളല്ലാതെ പഠിച്ചെടുക്കുന്നതാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ലാംഗ്വേജ് യൂസേജ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. അതുപോലെ തന്നെയുള്ളതാണ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. പറയുമ്പോൾ മുഖത്ത് നോക്കി പറയണം, കണ്ണി നോക്കി പറയണം, പറയുന്ന ചോദ്യത്തിനും അപ്പം റെസ്പോണ്ട് ചെയ്യണം. ഇതെല്ലാമാണ് പ്രാഗ്മാറ്റിക്സിൽ വരുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ലാംഗ്വേജ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതിനെയാണ് പ്രാഗ്മാറ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ടേൺ അബൌട്ട് എന്ന് പറയുന്നത്. ഇൻ ഏർലി ചൈൽഡ്ഹുഡ് അഡീഷണൽ കോൺവെർസേഷണൽ സ്ട്രാറ്റജീസിലൊന്നാണ് ടേൺ അബൌട്ട്. ദ സ്പീക്കർ നോട്ട് ഓൺലി കമൻസ് ഓൺ വാട്ട് ഹാസ് ജസ്റ്റ് ബീൻ സെറ്റ് ബട്ട് ഓൾസോ ആഡ്സ് എ റിക്വസ്റ്റ് ടു ഗെറ്റ് ദ പാർട്ട്ണർ. അപ്പോൾ ടേൺ അബൌട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എടി ഒരു പേന എന്ന് ഒരാൾ പറയുമ്പോൾ നമ്മൾ നീ പേനയാണോ ഉദ്ദേശിച്ചത്, നീ എനിക്ക് ആ പേന തരാനാണോ പറഞ്ഞത്, നമ്മൾ തിരിച്ച് അത് തന്നെ പറയാറുണ്ട്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? അതാണ് ടേൺ അബൌട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മളൊരു റിക്വസ്റ്റും കൂടെ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ തിരിച്ച് നമ്മൾ ഒന്നോടെ അത് പറയാറുണ്ട്. ഒരാൾ നമ്മുടെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അവരോട് കുറച്ചും കൂടെ ഒന്ന് പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുന്നതിന് പറയുന്ന പേരാണ് ടേൺ അബൌട്ട് എന്ന് പറയുന്നത്. സോ അവർ ചോദിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് അല്ല, അവർ പറഞ്ഞ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഉത്തരവും കൂടെ കൊടുക്കുന്നത്. സോ അതാണ് ടേൺ അബൌട്ട് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. മറ്റൊരു കോൺവെർസേഷണൽ സ്ട്രാറ്റജിയാണ്, 5 തൊട്ട് 9 വയസ്സ് വരെ ഇടയിൽ വരുന്നതാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ സ്പീക്കർ ഇനീഷ്യേറ്റ്സ് എ ചേഞ്ച് ഓഫ് ടോപ്പിക് ഗ്രാജുവലി ബൈ മോഡിഫൈങ് ദ ഫോക്കസ് ഓഫ് ഡിസ്കഷൻ. ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല, ഇങ്ങനെ മായ്ച്ച് ഇപ്പം ഒരാൾക്കൊരു ടോപ്പിക്കിനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇല്ലേ, പരീക്ഷയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്, ക്ലാസ്സിൽ വന്നു കഴിയുമ്പോഴത്തേനും മിസ്സേ അസൈൻമെൻറ്റ് എന്താ മിസ്സേ ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ഗ്രാജുവലി നിങ്ങൾ ആ ടോപ്പിക്കിൽ നിന്ന് ആളെ മാറ്റിക്കൊണ്ട് പോകുന്നതാണ് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കൊരു ടോപ്പിക്ക് മാറ്റണമെങ്കിൽ നിർത്തിക്കേ എന്ന് നമ്മൾ ആരും പറയാറില്ല, നമ്മൾ പയ്യെ നമ്മൾ ആ ടോപ്പിക്കിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകും. അതാണ് ഷെയ്ഡിങ്. അടുത്തൊരു കോൺസെപ്റ്റാണ് എലക്യൂഷണറി ഇൻറ്റൻറ്റ് എന്ന് പറയും. എലക്യൂഷണറി ഇൻറ്റൻറ്റ്, what a speaker means to say even if the form of utterance is not perfectly consistent with it. നമ്മൾ ഈ സർക്കാസ്റ്റിക് ആയിട്ടും ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന അർത്ഥത്തിലെടുത്താൽ നമുക്കത് അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല, പക്ഷെ അതിൻ്റെ അകത്തൊരു ഉത്തരം കാണും. മനസ്സിലായി? ഇപ്പം ഫോർ എക്സാമ്പിൾ ചിലർ പറയില്ലേ, നീ പോയേ എന്ന് പറയുമ്പോൾ നീ പോയേ നമ്മളിങ്ങനെ പറയുന്ന നീ ഒന്ന് പോ എന്ന് പറയുന്നതും ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് നീ ഒന്ന് പെട്ടെന്ന് പോയിക്കേ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം നമ്മൾ ആ പറയുന്നതിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ട് നമുക്ക്. സോ അതാണ് വാട്ട് എ സ്പീക്കർ മീൻസ് ടു സേ ഈവൻ ഇഫ് ദ ഫോം ഓഫ് അട്രൻസ്. അപ്പം ഒരാൾ പറയുന്നതല്ല അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ആ ഒരു തിരിച്ചറിവാണ് എലക്യൂഷണറി ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. By age 3, children comprehend a variety of requests for action. ഐ നീഡ് എ പെൻസിൽ, വൈ ഡോണ്ട് യു ടിക്കിൾ മീ. അപ്പോൾ പിള്ളേർക്ക് മനസ്സിലാകും എന്നാണ് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ടത് പറഞ്ഞില്ലെങ്കിൽ പോലും പിള്ളേർക്ക് ഫോർ എക്സാമ്പിൾ ഒരു ടോയ് കിടക്കുവാന്ന്, ഇപ്പോൾ മാണിയുടെ ഒരു ബോൾ കിടക്കുവാണെങ്കിൽ ഞാൻ പറയും, മാണി ഈ ബോൾ ഇവിടെയാണോ മോനെ ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? യു ഹാവ് ടു ടേക്ക് ദിസ് ബോൾ. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നതല്ല അവിടുത്തെ അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതാണ് അടുത്ത ഒരു ഡയലോഗ് വിത്ത് കെയർ ഗീവേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പിള്ളേർ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ കെയർ ഗീവേഴ്സുമായിട്ടുള്ള സംസാരത്തിലൂടെയും പിന്നെ ബുക്ക് വായിക്കുന്നതിലൂടെ. നമ്മൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു കാര്യം എന്താ? പിള്ളേർക്ക് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കണം, പിള്ളേരെ കൊണ്ട് ബുക്ക് വായിപ്പിക്കണം, നമ്മളവർക്ക് വായിച്ചു കൊടുക്കണം, അവരോട് വർത്താനം വേണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഗ്മാറ്റിക് ലെവലിൽ ഈ ഒരു ചാപ്റ്ററിനെ എടുത്താൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. And they expose children to take breadth of language knowledge including how to communicate with clear. അതിലൊന്നാണ്
കൊഹറൻറ്റ് നറേറ്റീവ് സ്റ്റൈൽ. അപ്പോൾ ബുക്ക് വായിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു, പഠിക്കുന്നതിന് മാത്രമല്ല, ഒരു കൊഹറൻറ്റ് നറേറ്റീവ് സ്റ്റൈൽ, എ സ്കിൽ ദറ്റ് അൺഡൗട്ട്ഫുള്ളി കോൺട്രിബ്യൂട്ട്സ് ടു ദ അസോസിയേഷൻ ബിറ്റ്വീൻ ജോയിൻറ്റ് സ്റ്റോറി ബുക്ക് റീഡിംഗ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റ്. അപ്പം അതായത് ബുക്ക് വായിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ ഒരു സ്കില്ലാണ് ഈ കൊഹറൻറ്റ് നറേറ്റീവ് സ്റ്റൈൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ പിള്ളേർ ബുക്ക് വായിക്കുമ്പോൾ അല്ലെ വായിക്കുന്ന പിള്ളേർക്ക് അത് എവിടെ പോസ് ചെയ്യണം, എങ്ങനെ നിർത്തണം, എങ്ങനെ തുടങ്ങണം, ആ ഒരു എന്താ പറയുന്നത് എ സ്കിൽ ദറ്റ് അൺഡൗട്ട്ഫുള്ളി. അപ്പോൾ നമ്മൾ ആ ബുക്ക് വായിക്കുന്നതാണ് നമുക്കിത് എന്താ പറയുന്നത് നമുക്കിത് ഉപയോഗിക്കാൻ സഹായിക്കുന്നത്. സോ ആൾക്കാർ വായിക്കുമ്പോൾ, നമ്മളൊരു ബുക്ക് വായിച്ചു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് വായിച്ച് നമ്മൾ ആൾക്കാരെ, ഓഡിയൻസിനെ നോക്കണം. അതാണ് അങ്ങോട്ട് അല്ലെങ്കിൽ മറ്റവർ മൂളൽ വരുന്നുണ്ടോ, അവരത് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറേ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഒരു ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ജോയിൻറ്റ് സ്റ്റോറി ബുക്ക് റീഡിംഗ് ആൻഡ് ലിറ്ററസി ഇത് എന്താ പറയുന്നത് ഗ്രാജ്വലി അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, അവരുടെ കോഗ്നിറ്റീവ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. പ്രസൻസ് ഓഫ് സിബ്ലിംഗ് എൻഹാൻസേഴ്സ്, അതിനകത്ത് പറയുന്നതാണ് മൂത്ത കുട്ടികളുണ്ടെങ്കിൽ രണ്ടാമത്തെ പിള്ളേരുടെ വെക്കാബുലറി കൂടുതലായിരിക്കും. ഇനി മൂത്തത് വേണ്ട, ഞാനിപ്പോൾ പറഞ്ഞില്ലേ മാനരുടെ കൂടത്തിൽ കളിക്കുന്നത് മുഴുവൻ മുതിർന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവന് വലിയ വലിയ ലാംഗ്വേജസ് ഒക്കെ അറിയാം. അതാണ് സിബ്ലിങ്സിൻ്റെ ഇൻഫ്ലുവൻസ്. ഓക്കെ, ഇനി പിന്നെ ഒരു കോൺസെപ്റ്റാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.